കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് പെരുമാച്ചേരിയിലെ ഡോക്ടർ ആർ ശ്യാമകൃഷ്ണന് വൻ ജനാവലിയോടുകൂടി പൗരസ്വീകരണം നൽകി ജന്മനാട്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ ഡോക്ടർ ആർ ശ്യാമകൃഷ്ണന് പെരുമാച്ചേരി നാട് പൗരസ്വീകരണം നൽകി. പെരുമാച്ചേരി പൗരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി ആർക്കിയോളജി ആൻഡ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. സാഹിത്യകാരന്മാരെ ആദരിക്കുന്നത് ഗ്രാമവിശുദ്ധിയുടെ തെളിവാണെന്നും ഈ നാട് ഇങ്ങനെയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത് നല്ലൊരു കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മനോഹരമായ കാലത്ത് ഈ നാടിൻ്റെ മകനായ ശ്യാമകൃഷ്ണൻ ഒരു ഉപഹാരം സമർപ്പിക്കണം എന്ന തീരുമാനമാണ് മറ്റേത് അമൂല്യമായ സാമ്പത്തിക നിധികളെക്കാളേറെ വലുത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്നേഹാദരത്തിനും ഈ ആത്മോത്സവത്തിനും ഒരു മറുപടിയില്ല. നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു കുടുംബസംഗമം സ്വന്തം നിങ്ങളെല്ലാം തന്നെ സ്വന്തം മകനെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ജേതാവ് ഡോക്ടർ ആർ ശ്യാമകൃഷ്ണൻ ഒരു ഉപഹാരം കൊടുക്കണം ഇത് തീരുമാനിച്ച സംഘാടകന്മാരുടെയും നിങ്ങളുടെയും മനസ്സാണ് ഏത് സാങ്കേതിക ഭൗതിക സാമ്പത്തിക ഉപഹാരത്തെക്കാളേറെ വലുത് എന്നാണ് അതാണ് ആ സ്നേഹത്തെയാണ് ഇവിടെ നൽകിയത്. ഒരു വാസ്തവത്തിൽ വലിയവനായി എനിക്ക് ഒരവസരമുണ്ടായി ഭാഗ്യമുണ്ടായിരുന്നതാണ് നിങ്ങളോടും സംഘാടകന്മാരോടും നിൽക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനും കഥാകൃത്തുമായ താഹ മാട്ടായി മുഖ്യാതിഥിയായിരുന്നു. ഈ നാട്ടിലെ ഓരോ വ്യക്തികളും ശ്യാമകൃഷ്ണന്റെ കഥാപാത്രങ്ങളാണെന്നും അവരൊക്കെ നല്ല കഥാപാത്രങ്ങളാണെന്നും അതാണ് ഈ പൗരസ്വീകരണത്തിനെത്തിച്ചേർന്ന ജനസഞ്ചയം സൂചിപ്പിക്കുന്നതെന്നും താഹ മാടായി പറഞ്ഞു. കഥാകാരനെ ഒരു നാട് വാദ്യമേളങ്ങളോടെ ആദരിക്കുന്നത് അപൂർവമായ കാര്യമാണെന്നും ശ്യാമകൃഷ്ണന്റെ കൃതികൾ ഉന്നത മൂല്യങ്ങൾ ഉയർത്തുന്നവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്യാമകൃഷ്ണൻ ഇത്രയും കാലമായിട്ട് നിങ്ങളെ വെറുപ്പിച്ചില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പൊ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാവിയിൽ എങ്ങനെയുള്ള എഴുത്താണ് സാധ്യമാവുക? നാട്ടുകാരെ വെച്ചുകൊണ്ടൊരു നോവൽ എഴുതാൻ കഴിയുമോ? കാരണം കഥാപാത്രങ്ങളായി നാട്ടുകാർ വരുമ്പോൾ പേരുകളൊക്കെ മാറ്റിയാൽ തന്നെ ഒരു നാട്ടിന്റെ സ്വരൂപം ആവിഷ്കരിക്കാൻ വെറുപ്പിക്കാതെ സാധിക്കുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവിടെ അങ്ങനെയുള്ള ദുഷ്ടകഥാപാത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമമാണ് എന്നാണ്. എഴുത്തുകാരന്റെ ഇന്ധനം എന്ന് പറയുന്നത് എപ്പോഴും തിന്മയാണ്. നന്മകളിൽ നിന്ന് നമുക്ക് മനോഹരമായ കഥകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരുപാട് തിന്മകളുള്ള സ്ഥലത്ത് നിന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു കഥ, ഒരു സ്റ്റോറി. പലപ്പോഴും നന്മകളിൽ നിന്ന് ജീവിതം ഉണ്ടാകും, നന്മകളിൽ നിന്ന് ഒരുപാട് വാല്യൂസ് ഉണ്ടാകും. പക്ഷെ ഈ കഥകളെ രൂപപ്പെടുത്തുന്നതെല്ലാം ഈ കുഞ്ഞു കുഞ്ഞു പരദൂഷണങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഒളിച്ചോട്ടങ്ങൾ, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഒക്കെയാണ് കഥകളുടെ ഒരു ഇന്ധനമായി തീരുക. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ, എൻ അനിൽകുമാർ, അഡ്വക്കേറ്റ് കെ സി ഗണേശൻ, ബേബി സുനാഗർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ ആർ ശ്യാമകൃഷ്ണൻ മറുമൊഴി പ്രസംഗം നടത്തി. പഠനത്തിന്റെ ഭാഗമായിട്ട് കോളേജ്, പിന്നെ PG, അങ്ങനെയുള്ള ജോലി, പഠനത്തിന്റെ ഭാഗമായി ഒരുപാട് കാലം പുറത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. കേരളത്തിന് പുറത്ത് 3 കൊല്ലമുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ജോലി ചെയ്യുന്നതായാലും കോഴിക്കോടാണ്. അപ്പോൾ ആഴ്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്നു, പിന്നെ തിരിച്ചു പോകുന്നു. ശനിയാഴ്ച രാത്രി വന്ന് ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നാടിനോടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആശങ്കപ്പെടുന്ന ഒരാൾ തന്നെയാണ്. കാരണം പലപ്പോഴും പലരെയും കാണാൻ സാധിക്കാറില്ല. അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ സൗഹൃദങ്ങൾ കോളേജിൽ ഉണ്ടാകുന്നു, അങ്ങനെയുള്ളൊരു ആശങ്ക വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ
അതെല്ലാം അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നിപ്പം ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ആൾക്കൂട്ടം ഇവിടെ നമുക്ക് എത്തിച്ചേർന്നുള്ളത്. ഈ ഒരു ആദരവിന്റെയോ അല്ലെങ്കിൽ ഈ ഒരു പോരാളിയുടെ കാര്യമല്ല, ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. സ്വാഗത സംഘം ചെയർമാൻ KP സജീവ് സ്വാഗതവും കൺവീനർ അഡ്വക്കേറ്റ് CO ഹരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരുമാച്ചേരി.